എന്റെ ബിന്ദു, നിനക്ക് ഈ സാരി കൊടുത്തെല്ലാം ഒരുങ്ങിയപ്പ നിനക്ക് ഇത്ര മുല്ലപ്പൂ കൊണ്ട് വെക്കാറുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലേ മുല്ലപ്പൂ മേടിച്ചിടാന്ന്. അവിടെ കല്യാണത്തിന് ഒരു മിക്ക പെണ്ണുങ്ങളും മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ടുണ്ട്. എന്ത് ഭംഗിയായിരുന്നു കാണാനായിട്ട്. നിനക്ക് വെക്കാറുന്നില്ലേ? ദേ എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കാ. ഇനി മുല്ലപ്പൂ വെച്ച് കല്യാണത്തിന് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 10-14 കൊല്ലോയി, 2 പിള്ളേരായി. അപ്പോഴാണ് ഇങ്ങനെ മുല്ലപ്പൂ വെച്ച് കല്യാണത്തിനാണ്. ആൾക്കാരെന്ത് വിചാരിക്കും? അത് പോട്ടെ, ഇന്ന് കല്യാണം വീട്ടിൽ വെച്ച് നിങ്ങൾ എന്താണ് കാണിച്ചത്? എന്റെ തൂളയിലൊക്കെ കഴിട്ടത് എന്തിനാണ്? ഞാൻ നിന്റെ തോളിലെല്ലാം കഴിട്ടത്. നീ എന്റെ ഭാര്യയല്ലേ, ഞാൻ നിന്റെ ഭർത്താവും. തോളത്ത് കഴിട്ടെന്ന് എന്താണ്? അറിമ്പനും അത്ര ആൾക്കാരുടെ മുമ്പിൽ കഴിട്ടെന്ന്. പക്ഷേ അവിടെ എന്നെ നോക്കി എന്റെ തൂല്ല തൂലിന് അത് നോക്കി ഒരു ചിരിയാണത്. ഇനി മേലാല് പുറത്തൊക്കെ പോകുമ്പോ അങ്ങനൊന്നും കാണിക്കാൻ നിൽക്കരുതട്ടാ. നിന്റെ പറച്ചിലിട്ടുണ്ട്. ഞാൻ ഏതാ അപ്പുറത്തെ വീട്ടിലെ പെണ്ണിന്റെ തോളത്ത് കഴിട്ട പോലെയുള്ള ഞാൻ എന്റെ ഭാര്യയുടെ തോളത്തിലെ കഴിട്ടത്. അതിനിപ്പോ എന്താണ്? എനിക്കിപ്പോ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ടത് അവരുടെ തട്ടിവെട്ടും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എന്റെ മനസ്സിന് സന്തോഷം വരുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. അല്ലാണ്ട് ഭാര്യയുടെ തോളില് അത്ര ആൾക്കാരുടെ മുമ്പിൽ കഴിയുമ്പോഴല്ലേ സന്തോഷം വന്നത്. എന്റെ പെണ്ണ് ബിന്ദു, നമുക്ക് വയസ്സൊന്നും ആയിട്ടില്ല കേട്ടാ. നിന്റെ പറച്ചിലായിട്ട് ഞാൻ പ്രായമായി ചാകറങ്ങാന്നു. ചേണ്ട പറച്ചിലായിട്ട് നമ്മളെന്തോ ഇന്നാണ് കല്യാണം കഴിഞ്ഞ പോലെയാണല്ലോ. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് 10-14 വർഷം കഴിഞ്ഞ് അത് ഓർമ്മ വേണം. അല്ലാതെ ഇന്നാള് കല്യാണം കഴിഞ്ഞ പുതുമൂടിയൊന്നുമല്ല. ഇനി മേലാണ് ചെയ്യാൻ നിൽക്കരുതട്ടെ, ഞാൻ പറഞ്ഞേക്കാം. ചേടാ, ഇതെന്ത് പാട്. സ്വന്തം ഭാര്യയുടെ തോളത്തൊന്നും കൈയിടാൻ പറ്റൂലേ? ബിന്ദു, നീ എടുത്താണെങ്കിൽ പോലടി. ഒന്നും മിണ്ടാതിരുന്നോ? എന്റെ ഭാര്യ കേട്ടാ നിൽക്കണ്ട. എന്റെ ദൈവമേ.